ക്യൂൻസ്ലാൻഡിലെ ബണ്ടാബർഗിൽ സ്ഥിതി ചെയ്യുന്ന ബണ്ടാബർഗ് റം ഡിസ്റ്റിലറിയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങകലെ നിന്ന് തന്നെ പുകക്കുഴലുകൾ കാണുവാൻ സാധിക്കും. പഞ്ചസാര ഉണ്ടാക്കിയതിനു ശേഷം മിച്ചം വരുന്ന കരിമ്പിൻചണ്ടികൾ വേസ്റ്റ് ആകാതെ വലിയ ബാരലിലാക്കി റം എന്ന ഫാമിലി ബിസിനസ്സാക്കി ഒരു രാജ്യത്തിന്റെ ഐക്കോണായ ബ്രാൻഡായി മാറിയ ഈ കെട്ടിടത്തിന് മുൻപിലായി ഒരു ബിഗ് റം ബോട്ടിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബണ്ടാബർഗിലെ മോസ്റ്റ് ഫോട്ടോഗ്രാഫ്ഡ് ഐക്കോണാണിത്. ഞങ്ങളും എടുത്തു ഇതിൻ്റെ മുന്നിൽ നിന്ന് കുറച്ച് ഫോട്ടോസ്. ഇന്ന് അത്യാവശ്യം നല്ല തിരക്കുണ്ട്. പല രാജ്യത്തിൽ നിന്നും ആൾക്കാർ വന്നിട്ടുണ്ട് ഇന്നിവിടെ ഫോട്ടോ എടുക്കാനായി. അതിനുശേഷം ഞങ്ങൾ ഉള്ളിലേക്ക് പോയി. ഇതിൻ്റെ ഉള്ളിൽ ബണ്ടാബർഗിലെ പ്രോഡക്റ്റുകളൊക്കെ ടേസ്റ്റ് ചെയ്യുവാനുമൊക്കെയുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ സുവനീറുകളൊക്കെ വാങ്ങിക്കുവാനും വെച്ചിട്ടുണ്ട്. പല രീതിയിലുള്ള സുവനീറുകൾ ഡ്രസ്സിൻ്റെ രൂപത്തിലും കപ്പിൻ്റെ രൂപത്തിലും ഒക്കെ ഇരിപ്പുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഗൈഡഡ് ടൂറുമുണ്ട്. 2 മണിക്കൂർ മുതൽ 4 മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്ന ടൂറുകൾ നമുക്ക് നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ട് വരാം. ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ സ്പിരിറ്റ് ബാരൽ ഇവിടെയാണ് ഉള്ളത്. 1888 ബണ്ടാബർഗിലെ പഞ്ചസാര വ്യവസായത്തിൽ നിന്ന് അധികം വന്ന മോളൂസ് ഉപയോഗിച്ച് ലാഭം നേടുവാൻ തുടങ്ങിയ ബിസിനസ്സാണ് ഇന്ന് ഓസ്ട്രേലിയയുടെ ഐക്കോണായ ബണ്ടാബർഗ് ബ്രാൻഡ്. ബണ്ടാബർഗിൽ പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുവാൻ തുടങ്ങിയ ചരിത്രം ഈ വീഡിയോയിൽ പറഞ്ഞാൽ തീരില്ല. 1936 മിന്നലേറ്റ് ആദ്യത്തെ സംരംഭത്തിന് തീപിടിച്ച് മുഴുവനായി നശിച്ചു. അതിനുശേഷം ബണ്ടാബർഗിലെ ആൾക്കാരുടെ കഠിന പ്രയത്നവും ഈ ഫാമിലിയുടെ സപ്പോർട്ടും കൊണ്ട് രണ്ടാമത് ഉണ്ടാക്കിയെടുത്തതാണ് ഇന്ന് കാണുന്നതൊക്കെ. ഇവിടെ റം ചട്നി, റം ജാം, റം പിക്കിൾ തുടങ്ങി റം ചോക്ലേറ്റുകൾ വരെ വാങ്ങുവാൻ കിട്ടും. ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ പിള്ളേർ ആ സത്യം തിരിച്ചറിഞ്ഞത്. അവർ തേടി വന്ന ബണ്ടാബർഗ് നോൺ ആൽക്കഹോളിക് ഡ്രിങ്ക് ഉണ്ടാക്കുന്നത് ഇവിടെയല്ല. ഇതിൻ്റെ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോ